സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി ബി.ജെ.പി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി യോഗം മാരാർജി ഭവനിൽ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രഭാരി വിനോദ് താവ്ഡെ, സഹപ്രഭാരി ശോഭ കരന്തലജെ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുക്കുകയാണ്. കീഴ്ഘടകങ്ങളിൽ നിന്നും ശേഖരിച്ച പട്ടിക പരിശോധിക്കും. 3 അംഗ പട്ടികയാണ് ജില്ലകളിൽ നിന്നും നൽകിയത്. തെരഞ്ഞെടുപ്പ് സമിതി നൽകുന്ന പട്ടിക കേന്ദ്ര പാർലമെന്റ് ബോർഡ് പരിശോധിക്കും. മാർച്ച് ആദ്യം അന്തിമ പട്ടിക കേന്ദ്രം പ്രഖ്യാപിക്കും. ഹരിമോഹൻ വിവരങ്ങളുമായി, ഒപ്പം വി.എസ്. രഞ്ജിത്തും സ്ഥാനാർത്ഥി സാധ്യത വിശദാംശങ്ങളുമായി. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ആരൊക്കെ പങ്കെടുക്കുന്നു? പ്രതി 10 മണിക്ക് ശേഷമാണ് യോഗം ആരംഭിച്ചത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി വിനോദ് താവ്ഡെ, അപരാജിത സാരംഗി, ശോഭ കരന്തലജെ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ, പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാത്രമാണ് എടുത്തു പറയത്തക്ക യോഗത്തിൽ ഇല്ലാത്ത ഒരാൾ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ളവർ യോഗത്തിലുണ്ട്. ശോഭാ സുരേന്ദ്രനുണ്ട്, കെ സുരേന്ദ്രനുണ്ട്. വളരെ നിർണായകമായ യോഗമാണെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കഴിഞ്ഞ കുറേയധികം നാളുകളായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ആദ്യം ജനുവരി അവസാനം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്ന് പറഞ്ഞു. പിന്നീട് അത് ഫെബ്രുവരി ആദ്യ ആഴ്ച പുറത്തുവിടുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. സംസ്ഥാന അധ്യക്ഷൻ തന്നെ പല വാർത്താ സമ്മേളനങ്ങളും ഇത് സംബന്ധിച്ചിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും നടത്തി. പക്ഷെ അപ്പോൾ പോലും പട്ടിക പുറത്തേക്ക് വന്നില്ല. ഒരു അന്തിമ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇതുവരെ ബി.ജെ.പി. എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് ഈ ഘടകകക്ഷികൾക്ക് നൽകുന്ന സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, ബി.ഡി.ജെ.എസിന് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ്. അക്കാര്യത്തിൽ ഒന്നും തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേമത്തെ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും മഞ്ചേശ്വരത്തെ കെ സുരേന്ദ്രനും ഒഴികെയുള്ള മറ്റ് സീറ്റുകളിൽ ഒന്നും തന്നെ കാര്യമായ തീരുമാനത്തിലേക്ക് ബി.ജെ.പിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ യോഗം എന്നുള്ള നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട യോഗമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ യോഗം തൃശ്ശൂരിൽ ദേശീയ അധ്യക്ഷൻ വന്ന സമയത്തായിരുന്നു. അതിൽ കാര്യമായ ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ തലസ്ഥാനത്ത് എത്തിയ സ്ഥിതിക്ക് കാര്യമായി തീരുമാനങ്ങൾ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, പ്രചാരണ പരിപാടികൾക്ക് രൂപം നൽകുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. പക്ഷേ അത് എന്ത് തന്നെ ആയാലും ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തുടക്കം മുതൽക്ക് പറഞ്ഞിരുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർക്ക് സീറ്റുകൾ, അവരാവശ്യപ്പെട്ട സീറ്റുകൾ അല്ലെങ്കിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റുകൾ നൽകുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പല നേതാക്കളും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ ഇത്തവണയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർ ആവശ്യപ്പെടുന്ന നിലയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ആ സീറ്റുകൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ശരി, വി.എസ്. രഞ്ജിത്തിലേക്ക് കൂടി. രഞ്ജിത്ത്, ഇപ്പോൾ സ്ഥാനാർത്ഥി സാധ്യതകൾ എങ്ങനെയാണ് നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതായി അറിയാനാകുന്നത്? നേരത്തെ ഉള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കൾ അവരൊക്കെ തന്നെയും മത്സരത്തിലേക്ക് ഇറങ്ങുമോ? അതുകൂടാതെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾക്കായുള്ള ഒരു തിരച്ചിലും നടത്താൻ സാധ്യതയുണ്ടോ? സ്മൃതി, സ്ഥാനാർത്ഥി സാധ്യതയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ 2-3 പഠനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഏജൻസി പഠനം നടത്തി മടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയ സമിതിയും ഒരു ഏജൻസിയും ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിലൊക്കെ നേരത്തെ ഹരിമോഹൻ സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് തീരുമാനമായിരുന്നു. അത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ തന്നെ പേര് പ്രഖ്യാപിച്ചു. വട്ടിയൂർക്കാവിൽ ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നത്. അവിടെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ വട്ടിയൂർക്കാവിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ആർ ശ്രീലേഖയുടെ പേരുണ്ട്. കൃഷ്ണകുമാറിന് നേരത്തെ തന്നെ അവിടെ മത്സരിക്കാൻ വേണ്ടി പാർട്ടി അനുമതി കൊടുത്തതാണെന്ന് അദ്ദേഹം തന്നെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസിന്റെ പേരും കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ പേരും നേരത്തെ ഉയർന്നു വന്നതാണ്. തിരുവല്ലയിൽ അനിൽ ആന്റണി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏകദേശം അനൂപ് ജേക്കബ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ഉറപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതിയുടെ പേരുണ്ട്. അവിടെയും ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ അതുപോലെ തന്നെ പ്രാദേശികവാദം കഴിഞ്ഞ 10-30 വർഷമായി പുറത്തുനിന്നുള്ള നേതാക്കന്മാർ മത്സരിക്കുന്നു. അതുകൊണ്ട് പ്രാദേശികമായ നേതാക്കന്മാർ വേണം എന്ന് പാലക്കാട് പേര് ഉയർന്നു. അതിൽ പ്രശാന്ത് ശിവന്റെ പേരാണ്. പക്ഷെ അവിടെയും സംസ്ഥാന നേതൃത്വം ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും തർക്കം നിലനിൽക്കുന്നു. ചില VIP സ്ഥാനാർത്ഥികളെ കുറിച്ച് പാർട്ടി ആലോചിക്കുന്നു. MT രമേശിന് തൃശ്ശൂരിൽ മത്സരിക്കണമെന്നാണ് താല്പര്യം. പക്ഷേ അവിടെ മറ്റു പല പേരുകളും ജില്ലകൾ ഇന്ന് ഉയർന്ന് കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വം ആരുടെ പേരിലേക്ക് എത്തും എന്നുള്ളതാണ്. കീഴ്ഘടകങ്ങളിൽ നിന്ന് ശേഖരിച്ച പേരുകളാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിക്കുക. തെരഞ്ഞെടുപ്പ് സമിതി കേന്ദ്ര പാർലമെന്ററി ബോർഡിന് അയക്കുന്ന പേരുകളായിരിക്കും അന്തിമ പട്ടികയെ പുറത്തുവരിക. ശരി, വി.എസ്. രഞ്ജിത്തും ഒപ്പം തന്നെ ഹരിമോഹനുമാണ് വിവരങ്ങൾ നൽകിയത്.